CNG കയറ്റിയ വാഗനർ 2018 അത്യാവശ്യം കുഴപ്പമില്ലാതെ റേറ്റ് ആണ്. 2018 CNG കയറ്റിയ വണ്ടി 410 അല്ലേ, 30-32 മൈലേജ് അത്യാവശ്യം മൈലേജും കിട്ടും. നമ്മൾ ബസ് തന്നെ ഈ ഒരു ഇയോണ് കണ്ടിട്ട് ആൾക്കാർ തീരുമാനിക്കും എന്ത് ഓഫർ ഉണ്ടോ ഇല്ലയെന്ന്. 25, 26, 27 ദിവസമല്ല, 25, 26, 27 3 ദിവസം സ്പെഷ്യൽ ദീപാവലി ഓഫറാണ് വരുന്നത്. കാരണം നിങ്ങളുടെ കയ്യിലൊരു ബൈക്ക് അല്ലെങ്കിൽ കാറ് എന്തുണ്ടായിക്കോട്ടെ എക്സ്ചേഞ്ച് ഓഫറായിട്ട് കിട്ടും. പിന്നെ 100% ലോൺ സൗകര്യം വരുന്നുണ്ട്. 7 വർഷം വരെ തിരിച്ചടവ് വരുന്നുണ്ട്. അതായത് ഇപ്പം ഒരു ലക്ഷം റുപ്യ ആണെങ്കിൽ 2500 റുപ്യ വെച്ചിട്ട് എത്ര വേണമെങ്കിലും അടിക്കാം. നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ ഭാഗത്തിന് അനുസരിച്ച് ചെയ്യാം. ഈ ഒരു ഇറാ പ്ലസ് 2013 ഇറാ പ്ലസോ മാഗ്ന പ്ലസ് ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. കിലോമീറ്ററോ 60,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. എവറേജ് ടയറായിട്ട് വരുന്നത്. ടയറൊന്നും വലിയ മുന്തിയാക്കി പറയാനൊന്നും വേണ്ട. പക്ഷേ എത്ര ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 160. 2013 ഇയോൺ ഫുൾ ഓപ്ഷൻ വരുന്നത് 160. അപ്പൊ അത്യാവശ്യം ലോൺ കയറില്ല. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ റിഡ്സ് അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് ഇത് 2013 സിംഗിൾ ഓണർ 3.5 റേറ്റ് വരുന്നത്. 2013 സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് എന്താണോ? റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. പെട്രോൾ അല്ലേ വരുന്നത്? പെട്രോൾ. എന്താ ഇന്ത്യയിൽ എന്താ പാട്? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇതിന്റെ ബാഗ് ആട്ടോ അത്. അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള ഒരു വണ്ടി. നല്ല ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 3,05,000 രൂപ. ഓക്കെ. ഇവിടെ കയറിയപ്പോ മുതൽ കാണുന്നതാണ് ആൾട്ടോ അങ്ങനെ നിരത്തി വിട്ടിട്ടുണ്ട്. എത്ര ആൾട്ടോ ഉണ്ട് ഇവിടെ ടോട്ടല്? നമുക്ക് വരുന്നത് ഒരു 10 ആൾട്ടോ. 10 ആൾട്ടോ. ആൾട്ടോ 800? ആൾട്ടോ 800 നമുക്ക് ഒരു എണ്ണ എടുക്കണ്ട, ഏകദേശം ഒരു സുമാറ് പറയും. എണ്ണം കിട്ടില്ല, അത്രക്കും കിടക്കുന്നുണ്ട്. ഓക്കെ. അതും നമുക്ക് ഒരു ആൾട്ടോ എടുത്ത് കാണിച്ചാലോ? ഏതാ കാണിക്കാം? 2016 ആൾട്ടോ. കേൾപ്പാന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ. VXI ആണ്. ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ. റീപ്ലേസ് എന്താണോ? ഇല്ല, റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. 2016 അല്ലേ പറഞ്ഞത്? പ്രൈസ് ആണ് വരുന്നത് 2,20,000. ഓക്കെ. ഈ ഒരു ആൾട്ടോ ഇത് 2013 ആണ് വരുന്നത്. 2013. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 70,000. റീപ്ലേസ് എന്താണോ? ഇല്ല, റീപ്ലേസും കാര്യങ്ങളൊന്നും. ഏതാ ഓപ്ഷൻ വരുന്നത്? LXI ആണ് വരുന്നത്. അപ്പൊ പ്രൈസ് ആണ് വരുന്നത് ഇത് 1.60 കൊടുക്കാം നമുക്ക്. 1,60,000 രൂപയ്ക്ക് 2013 വരുന്നുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് കാറ്റഗറി ഏതാ വരുന്നത്? നെക്സ്റ്റ് നമുക്ക് വാഗനർ ഉണ്ട്. വാഗനർ ചെറിയ പൈസ കൊടുക്കോ? എവിടാ കിടക്കണത്? വാഗനർ 2006 നേരെ കിടക്കണല്ലേ. 2006 ആകുമ്പോ ചെറിയൊരു 70,000 രൂപ കിട്ടുമല്ലോ. സുഖമായിട്ട്. അതിനെക്കാട്ടും കുറച്ച് കിട്ടോ? നമുക്കൊരു 60 രൂപയ്ക്ക് തരാം. 60 രൂപയ്ക്കോ? എന്നാവാ നോക്കാലോ. 2006 മോഡൽ വാഗനർ. വണ്ടിയൊക്കെ പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ചെറിയൊരു പൈസക്ക്. 2006 ആണെങ്കിൽ 2026 റിന്യൂവൽ വരും. ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ ചോദിക്കണോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു വണ്ടി പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ചെറിയൊരു പൈസക്ക് ഒരു വാഗനർ. എത്ര പൈസ വരുന്നത്? 60 രൂപയ്ക്ക് കൊടുക്കാം. 60 രൂപ കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ ഒരു ZNSന് കൊടുക്കാനുള്ളതാണോ? കൊടുക്കാം. ഏതാ മോഡൽ വരുന്നത്? 2009. റിന്യൂവൽ കഴിഞ്ഞാണോ? പുതിയ പേപ്പറുള്ള വണ്ടി. റിന്യൂവൽ പുതിയ എടുത്തതാണ്. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 1.15 കൊടുക്കാം. 1.15. പുതിയ പേപ്പർ എടുത്ത ZNSലോ 1.15 കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ഏതാ വരുന്നത്? ഈ സാൻഡ്രോ കൊടുക്കാനുള്ളതാണോ? സാൻഡ്രോ കൊടുക്കാം. 2011 ആണ് വരുന്നത്. ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 80-ന്റെ ഉള്ളിൽ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് ഒരു 1.30 കൊടുക്കാം. 1.30. ഇനി എന്താ കുറയോ? മാക്സിമം കുറച്ച് കൊടുക്കാം. എന്തോ ഈ ഒരു നാനോ ഇതാ നമുക്ക് ഒരു 2012 നാനോ ഉണ്ട്. ബേസ് മോഡലാണോ? ബേസ് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 50 രൂപ കൊടുക്കാം. 50,000 രൂപ ഉണ്ടെങ്കിൽ 2012 നാനോ കൊടുക്കാം അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ റിഡ്സ് വരുന്നുണ്ട്. കേൾപ്പാണ്ട് വടകര രജിസ്ട്രേഷൻ. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ 2014. ഓൺഷിപ്പോ? സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? ഒന്നിന്റെ ഉള്ളിൽ. റീപ്ലേസ് എന്താണോ? ഇല്ല, റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 3,20,000 കൊടുക്കാം. 3,20,000. ഒക്കെ പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? എല്ലാം ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ ഈ ഒരു വാഗനർ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2019 1.2 ആണ്. 1.2 ആണ്. 1 അല്ല. ഓക്കെ. ഏതാ? LXI VXI ആണ് വരുന്നത്. ഓൺഷിപ്പ് സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ. റീപ്ലേസ് എന്താണോ? റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ ലാസ്റ്റ്? പ്രൈസ് നമുക്ക് 4.40 കൊടുക്കാം. 4.40 2019 VXI ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് തരാൻ പോകുന്നത്. 1.2 ആണ്. അതേപോലെ തന്നെ ഈ ഒരു വാഗനർ ഏതാ മോഡൽ വരുന്നത്? 2021 വാഗനർ. ഇത് കമ്പനി വാറന്റി കിട്ടൂലേ? വാറന്റി ഉണ്ട്. 6 മാസം വാറന്റി ഉണ്ട്. 2021 VXI ആണ് വരുന്നത്. ഓപ്ഷൻ വരുന്നത്. ഓൺഷിപ്പോ? സിംഗിൾ ഓണർ. 1.2. കിലോമീറ്ററോ? കിലോമീറ്റർ 80 ചില്ലറ.
റീപ്ലേസ് തന്നോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. പ്രൈസ് ആ ഫ്ലോർ ഉണ്ട് എന്നാണ് പറഞ്ഞു പോകല്ലേ? പ്രൈസ് വരുന്നത് പ്രൈസ് നമുക്ക് 540 കൊടുക്കാം. 540. എത്ര ലോൺ കയറും മാക്സിമം? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ ഈ ഒരു എക്സ്പ്രസോ അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? എക്സ്പ്രസോ 2020 16,000 കിലോമീറ്റർ ഓടി വണ്ടി. 2020 16,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഓൺഷിപ്പോ? സിംഗിൾ ഓണർ. റീപ്ലേസ് എന്തുണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 4,15 കൊടുക്കാം. 4,15,000 മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു എക്സ്പ്രസോ? ഇത് 2020 തന്നെ 38,000 കിലോമീറ്റർ ഓടി വണ്ടി. വെറും 38,000 കിലോമീറ്റർ. ഓൺഷിപ്പ്? സിംഗിൾ ഓണർ. റീപ്ലേസ് എന്തുണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 395 കൊടുക്കാം. 395. അടിപൊളി. അപ്പൊ നന്ദു, നീ പറഞ്ഞ ആ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? അതെ, ഡീസൽ ഓട്ടോമാറ്റിക്. ഏതാ മോഡൽ വരുന്നത്? 2018. ഓൺഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ് എന്തുണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 6.5 കൊടുക്കാം. 6 ലക്ഷം റുപ്യ മാക്സിമം ലോൺ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ സാലറി എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2015 ഓട്ടോമാറ്റിക് ആണ്. 2015 ഓട്ടോമാറ്റിക്. പെട്രോൾ. ഓൺഷിപ്പ്? സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ ചില്ലറ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്തുണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പൈസ 370 കൊടുക്കാം. 3,70,000 അടുത്തത് ഒരു വെന്യൂ ചെറിയൊരു പൈസ നമുക്ക് കൊടുക്കല്ലേ? അത് ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പ്. ഏതാ മോഡൽ വരുന്നത്? 2019. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 80 ചില്ലറ. റീപ്ലേസ് എന്തുണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 880. പ്രൈസ് പറയും. 885 കൊടുക്കാം. 885 ലാസ്റ്റ് ഫൈനൽ കൊടുക്കാം. എത്ര ലോൺ കയറും? ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഒരു വണ്ടി ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. എടാ, ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയതാണോ? ഡസ്റ്ററിന്റെ ഡീറ്റെയിൽസ് ഉണ്ടോ കയ്യിൽ? ഉണ്ടല്ലേ? ഓക്കെ. ഡസ്റ്ററിന്റെ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഡസ്റ്റർ 2013 ആണ് വരുന്നത്. 2013 ഡീസൽ. ഓൺഷിപ്പ്? സെക്കൻഡ് ഓണർ. 85. കിലോമീറ്ററോ? കിലോമീറ്റർ 92,000. റീപ്ലേസ് എന്തുണ്ടോ? ഇല്ല, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് ലാസ്റ്റ് ഫൈനൽ? 360 കൊടുക്കാം. 3,60,000 മാക്സിമം ലോൺ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കും. അപ്പൊ എന്തായാലും 3 ദിവസം ദീപാവലി സ്പെഷ്യൽ ഓഫറാണ്. ഈ ഒരു 25, 26, 27 ദിവസങ്ങളിലെ സ്പെഷ്യൽ ഓഫറാണ്. അതിന് മുന്നേ അടാ ഈ ഒരു വാഗനറോട് കാണിച്ച് എൻ്റെ ആക്കിയാലോ? ഈ ഒരു വാഗനറുടെ ഡീറ്റെയിൽസ് എങ്ങനെയാ? ഇത് 2018 LXI. 2018 LXI. LXI VXലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? 62,000. റീപ്ലേസ് എന്തുണ്ടോ? റീപ്ലേസും കാര്യങ്ങളും CNG കയറ്റിയിട്ടുണ്ട്. 30-32 മൈലേജ് കിട്ടും. CNG കയറ്റിയ വണ്ടിയാ? CNG കയറ്റിയ വാഗനർ 2018. ഓക്കെ. LXI VXലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതെ. പ്രൈസ് ആണ് വരുന്നത്? 410 കൊടുക്കാം. 410. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ റേറ്റ് ആണ്. 2018 CNG കയറ്റിയ വണ്ടി 410 അല്ലേ? 30-32 മൈലേജ് കിട്ടും. അത്യാവശ്യം മൈലേജും കിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ ദീപാവലി സ്പെഷ്യൽ ഓഫർ ആയതുകൊണ്ട് തന്നെ 25, 26, 27 3 ദിവസത്തെ സ്പെഷ്യൽ ഓഫറാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ബൈക്ക് ആണെങ്കിലും കാർ ആണെങ്കിലും എക്സ്ചേഞ്ച് ഓഫർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 100% ലോൺ വരുന്നുണ്ട്. ഓരോ കാർ പർച്ചേസ് ചെയ്യുമ്പോൾ 5,000 രൂപേൻ്റെ ഗിഫ്റ്റ് സമ്മാനമായിട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ എന്തൊരു ഓഫർ? 7 വർഷം വരെ തിരിച്ചടവ്, അതായത് വായ്പാ സൗകര്യം. അതായത് നിങ്ങൾ മാസം 10,000, 15,000 ഒന്നും അടിക്കണ്ട. ഒരു ചെറിയൊരു പൈസ മാസം അടവിൽ നിങ്ങൾക്ക് കാർ സ്വന്തമാക്കാം. ഒരു പുതിയ കാർ സ്വന്തമാക്കുന്ന അതേ പലിശ നിരക്ക് തന്നെ ഒരു യൂസ്ഡ് കാർ നിങ്ങൾക്ക് എന്തായാലും സ്വന്തമാക്കാം. അപ്പോൾ എന്താണ് ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മളെ കോഴിക്കോട് രാമനാട്ടുകര നിസരി ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് വരാണെങ്കിൽ ഇടിമുക്കിൽ കഴിഞ്ഞാൽ തന്നെ ഹൈവേയിലേക്ക് കയറരുത്. അതിൻ്റെ നേരെ സൈഡിൽ കൂടെയുള്ള റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ നിസരി ജംഗ്ഷൻ കാണാം. മറ്റേ ഭാഗത്തു നിന്ന് വരാണെങ്കിൽ നമ്മളെ പന്തരങ്കാവ് ഭാഗത്തു നിന്ന് വരാണെങ്കിൽ എന്തായാലും ഇടിമുക്കിലിൻ്റെ അവിടെ നിന്ന് യൂട്ടൺ അടിച്ച് വരണം. അല്ലെങ്കിൽ രാമനാട്ടുകരയിൽ നിന്ന് കറങ്ങി നിസരി ജംഗ്ഷനിലേക്ക് എത്താം. അപ്പോൾ എന്തായാലും ഈ ഒരു 3 ദിവസം മിസ്സാക്കണ്ട, എന്തായാലും പോന്നോളി. ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വേഗം വിളിച്ചോളി. മിസ്സാക്കാൻ നിൽക്കണ്ട. ഇത് നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ഓഫറാണ്.